സോഷ്യൽ മീഡിയയിൽ കവടി നിരത്തിയും നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം മുരാരിപ്പോറ്റി എന്ന സ്ഥിരം ഡയലോഗിലൂടെയും റീൽസ് തരംഗമായ വൈറൽ തന്ത്രി ഇപ്പോൾ പോലീസിന്റെ റഡാറിലാണ്. ജ്യോതിഷം നോക്കാനെന്ന വ്യാജേന 16 വയസ്സുകാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിലാണ് ഈ സോഷ്യൽ മീഡിയ സിദ്ധൻ ഇപ്പോൾ ഒളിവിൽ പോയിരിക്കുന്നത്. കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര പുത്തൂരിലാണ് സംഭവം. പണ്ട് ഓട്ടോ ഡ്രൈവറായിരുന്ന രാജൻ ബാബു എന്ന വ്യക്തിയാണ് പിന്നീട് വേഷപ്പകർച്ച നടത്തി മുരാരി തന്ത്രിയായി മാറിയത്. വിവാദ പ്രവചനങ്ങളിലൂടെയും വീഡിയോകളിലൂടെയും പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെട്ട ഇയാൾ ഭക്തരുടെ വിശ്വാസത്തെ ചൂഷണം ചെയ്യുകയായിരുന്നു എന്നാണ് പുതിയ പരാതി വ്യക്തമാക്കുന്നത്. ബാധയൊഴിപ്പിക്കാനെത്തിയ കുടുംബത്തെയാണ് തന്ത്രി തന്ത്രപൂർവ്വം ചതിച്ചത്. പെൺകുട്ടിയെ മാത്രം മുറിക്കുള്ളിലേക്ക് കൊണ്ടുപോയി പൂട്ടിയിട്ട് ഉപദ്രവിക്കാൻ ശ്രമിച്ചപ്പോഴാണ് തന്ത്രിയുടെ തനിനിറം പുറത്തുവന്നത്. പേടിച്ചു വിറച്ച പെൺകുട്ടി നിലവിളിച്ചുകൊണ്ട് പുറത്തേക്ക് ഓടിയതോടെയാണ് കവടി നിരത്തിലിരുന്ന ജോത്സന്റെ കണക്കുകൂട്ടലുകൾ തെറ്റിയത്. നാട്ടുകാരും മകന്റെ സുഹൃത്തുക്കളും കാര്യങ്ങൾ അന്വേഷിക്കാനെത്തിയതോടെ മുരാരി തന്ത്രി തന്റെ സിദ്ധികളെല്ലാം ഉപേക്ഷിച്ച് പിൻവാതിലിലൂടെ ഓട്ടി രക്ഷപ്പെട്ടു. ഓട്ടോ ഓടിച്ച പരിചയം വെച്ച് പോലീസ് പിടിക്കുന്നതിനു മുൻപേ തടിതപ്പിയ ഇയാൾക്കായി പോലീസ് വലവിരിച്ചിരിക്കുകയാണ്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിക്ക് നേരെയുള്ള അതിക്രമമായതിനാൽ പോക്സോ നിയമപ്രകാരമാണ് പുത്തൂർ പോലീസ് കേസെടുത്തിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിലെ വേഷംകെട്ടുകളെയും റീൽസ് താരങ്ങളെയും അന്ധമായി വിശ്വസിച്ച് സ്വന്തം സുരക്ഷ അപകടത്തിലാക്കരുതെന്ന മുന്നറിയിപ്പാണ് ഈ സംഭവം നൽകുന്നത്.